3 മുട്ട 4ആയി കീറിയത്, 3 സവാള അരിഞ്ഞ് ഉപ്പ് തിരുമ്മി പിഴിഞ്ഞത്, നെയ്യ്, ഡാൽഡ, മസാലപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില. ചട്ടി ചൂടായി കഴിഞ്ഞു. ചൂടായ ചട്ടിയിൽ 2 ഡിസേർട്ട് സ്പൂൺ ഡാൽഡ, 2 ഡിസേർട്ട് സ്പൂൺ നെയ്യ്, ഡാൽഡ കുറച്ച് ഉരുകണം നന്നായിട്ട്. ശേഷം കറിവേപ്പില ഇടണം. കറിവേപ്പില ഇട്ട് ഒന്ന് ചൂടായി കഴിയുമ്പോൾ അരിഞ്ഞ് ഉപ്പിട്ട് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി, സവാള കുറച്ച് ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മസാല പൊടിച്ചത്, മുളക് പൊടി വേണമെങ്കിൽ കുറച്ച് കൂടുതലിടാം. കാരണം വേറെ മുളകൊന്നും ചേരാത്തത് കൊണ്ട് മുളക് കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഇടാം. ഇത് നന്നായിട്ട് ചൂടാവണം. ആ മസാലയൊക്കെ ഒന്ന് മൂത്തൊരു മണം, നല്ലതായിട്ടൊന്ന് ഫ്രൈഡായൊരു മണം കിട്ടണം. മസാലയൊക്കെ ഫ്രൈഡായിട്ടൊരു സ്മെല്ല് വരും. അത് വന്നു കഴിയുമ്പോൾ ഓൾറെഡി വരുന്നുണ്ട്. ഇതിനകത്തേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന മുട്ട ഇടണം. മുട്ടയും ഇതിനകത്ത് ഫ്രൈഡ് ആവണം. അതിനായിട്ട് ഇതിങ്ങനെ വച്ചിട്ട് മസാല ഇതിൻ്റെ മേലിലോട്ട് ഇട്ട് മുട്ടയൊന്ന് ചൂടായി ഫ്രൈ ആവാൻ വയ്ക്കണം. ഒരു 2 മിനിറ്റ് മുട്ട ഈ മസാലയും കൂടെ മിക്സ് ആവാനായിട്ട് 2 മിനിറ്റ് അടച്ചു വയ്ക്കണം. മുട്ടയെല്ലാം ഫ്രൈഡായി എല്ലാം ശരിയായിട്ടുണ്ട്. ഇനി ഉപ്പിൻ്റെ നോക്കിയിട്ട് കുറച്ച് ഉപ്പ് തളിച്ച്, കാരണം ഉള്ളിലെല്ലാം ഉപ്പുണ്ട്, ഉപ്പ് തളിച്ചിട്ട് 2 മിനിറ്റ് ഇരിക്കണം. ഒരു 2 സെക്കൻഡ് വെച്ചിരിക്കുക. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് ആവി പോവാതിരിക്കാൻ, ആ സ്മെല്ലൊക്കെ പോവാതിരിക്കാനായിട്ട് ഒന്ന് മൂടി വയ്ക്കണം. അതിനുശേഷം ആ സ്മെല്ലൊന്ന് നിന്ന് കഴിയുമ്പോൾ എടുത്ത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. സവാള ഇട്ടിട്ട് അടുക്കി പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം. മല്ലിപ്പൊടി മസാലപ്പൊടി എല്ലാം ഇട്ടിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. മുട്ട ഇട്ടതിന് ശേഷം ഫ്രൈയിങ് പാനിന് മൂടി വെക്കുന്നതിന് വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം.